അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ ചില ആൾക്കാർക്കും പേഴ്സണലായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം പറയണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നിയാൽ നിങ്ങളത് ഒന്ന് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ പറയാനുള്ള കാരണം, കമ്മിറ്റി ഭാരവാഹികൾക്ക് പ്രത്യേകിച്ചിട്ട് അയച്ചു കൊടുക്കണമെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു അടുത്ത കാലഘട്ടമായി ചില ആൾക്കാർ ഉസ്താദന്മാരെ പള്ളിയിലേക്ക് നിയമിക്കുന്നത് അവരുടെ ശൈലി നോക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ ശൈലി വേണ്ടെന്ന് പറയുന്നതല്ല ഞാൻ, അതായത് നല്ലോണം രാഗത്തിലൂടെ ഈണത്തിലൂടെ ആരാണോ ഓതുന്നത്, നല്ല ഭംഗിയിൽ പാട്ട് പാടുന്ന ശൈലിയിൽ ആരാണോ പ്രസംഗം നടത്തുന്നത്, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കമ്മിറ്റി ഭാരവാഹികൾ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വരുന്ന, ഇത് ഒന്നും അറിയാത്ത ഫേലും ഫായിൽ അറിയാത്ത ജാഹിലീങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, അപ്പോൾ മുമ്പ് ഖത്തീബ് ഉണ്ടായിരുന്ന ഖത്തീബിനെ വിട്ടതിന് ശേഷം അടുത്ത വെള്ളിയാഴ്ച ഒരു ഉസ്താദിനെ വിളിക്കും. ആ ഉസ്താദ് വന്ന് നല്ല രീതിയിൽ ഖുതുബയൊക്കെ ഓതി, പക്ഷേ നീട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ആ ഉസ്താദിന് പറ്റുന്ന രീതിയിൽ നീട്ടിയിട്ട് ഖുതുബ ഓതിയിട്ടുണ്ട്. അതൊരു പിഴവുമില്ല, നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ള ഒരു ഉസ്താദും കൂടിയാണ്. ആ ഉസ്താദിനെ പിരിച്ചു വിട്ടു. ഉസ്താദിനോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു ഉസ്താദിനെ വിളിച്ച് ഉസ്താദ് ഓക്കെ, സ്പീച്ചിൽ അത്ര രീതി പോരാ എന്ന് പറഞ്ഞ് ഒരാൾ കമ്മിറ്റിയിൽ പറയും. എന്നിട്ട് ആ ഉസ്താദിനെയും പിരിച്ചു വിടും. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച ഒരു ഉസ്താദിനെ വിളിക്കും. ഇങ്ങനെ ഒരു 4-5 ജുമയിലേക്ക് ഉസ്താദന്മാരെ ഇങ്ങനെ മാറ്റി വിളിക്കും. എന്താണ് വിഷയം? എന്താ? സെലക്ഷനാണ്. സെലക്ഷനാണ് നടത്തുന്നത്. ഭയങ്കരമായ സെലക്ഷനാണ്. ഒന്നും അറിയാത്ത കിതാബിൻ്റെ അലിഫും ബാ അറിയാത്ത ആൾക്കാരാണ് ഈ ഒരു സെലക്ഷൻ നടത്തുന്നുള്ളത് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഒരു ഉസ്താദ് വന്നു. നല്ല ഈണത്തിലും നല്ല രീതിയിലും, അതായത് പാട്ടുകാർ ഏത് ശൈലിയിലാണ് എടുക്കുന്നത്, ഹൈ പിച്ചിലാണ്, അതേ ശൈലിയിൽ തന്നെ ഖുർആനും ഓതുന്നുണ്ട്, അതേപോലെ സ്പീച്ചും നടത്തുന്നുണ്ട്. എല്ലാം അങ്ങ് പാട്ട് തന്നെയാണ്. ഈ ഉസ്താദ് നല്ല അടിപൊളിയാണ് കേട്ടോ, ഈ ഉസ്താദിനെ നമുക്ക് ഇവിടെ നിർത്താം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഒരിക്കലും ഞാൻ പറയുന്നത്, അതായത് ഖുർആൻ ഓതുന്ന സമയത്ത് അതിൻ്റെതായ ശൈലിയിലും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഓതുന്നതാണ് അതിൻ്റെ ഒരു ക്രമം. അല്ലെങ്കിൽ ഖുർആൻ ഓത്ത് തന്നെ ശരിയാവില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനല്ല. അതായത് ഒരു ഉസ്താദ് വന്നു കഴിഞ്ഞ് ആ തത്വത്തിലൂടെ, അതായത് ആ തജ്വീദിൻ്റെ നിയമത്തോടു കൂടി ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ആ പാട്ടിൻ്റെ രീതിയിലായിരിക്കണം എന്ന ഒരു തോട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാങ്ക് വിളിയും അതുപോലെ തന്നെയാണ്. പള്ളിയിൽ മുഅസ്സിന് ഒരാൾ വന്ന് ബാങ്ക് വിളിച്ചു. അതായത് വലിയ ഇത് പാട്ടിൻ്റെ ആ ഒരു ശൈലി അല്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നല്ല ബാങ്കാണ്. ഓക്കെ, ആ ഉസ്താദ് പറ്റൂല എന്നാണ് കമ്മിറ്റിക്കാർ തീരുമാനിക്കുന്നത്. അതേ മറ്റൊരു ഉസ്താദ് വന്നിട്ട് നല്ല മക്കത്തെ ശൈലിയും മദീനത്തെ ശൈലിയിലാണ് ബാങ്കൊക്കെ വിളിക്കുന്നത്. ഈ ഉസ്താദ് അടിപൊളിയാണ്. ബാങ്കിൽ എത്ര തെറ്റുണ്ട് അതൊന്നും അവർ നോക്കുന്നില്ല. ആദ്യം വന്ന ഉസ്താദാണെങ്കിലും നല്ല രീതിയിൽ നല്ല ശൈലിയിൽ നല്ല അതിൻ്റേതായ മഹ്റജൊക്കെ ശരിയായ രീതിയിലാണ് ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ രീതി അത്ര പോരാ എന്നാണ് അവർക്ക് തോന്നിയത്. പിന്നീട് വന്ന ഉസ്താദാണെങ്കിലും മഹ്റജൊക്കെ തെറ്റാണ്, രീതിയിലാണ് ഓതിയത്. എന്നാൽ അടിപൊളി, എല്ലാവരും അങ്ങ് ലൈക്കിട്ട് പാസ്സാക്കി. ഇതാണ് ഇപ്പോഴത്തെ കമ്മിറ്റി ഭാരവാഹികളിൽ ചില ആൾക്കാരുടെ അവസ്ഥ. എല്ലാ പള്ളിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. നല്ല പള്ളികളുണ്ട്, എത്രയോ പള്ളികൾ, നല്ല പള്ളികളുണ്ട്. പിന്നെ ചിലയിടത്ത് ഖുതുബയൊക്കെ ഓതുന്നത് കേട്ടാൽ ഇവരൊക്കെ എന്തിനാണ് തിരഞ്ഞെടുത്തത് ഇവിടുത്തെ ആൾക്കാർ എന്ന് തോന്നിപ്പോവാറുള്ള ഖുതുബകളൊക്കെ ഈ അടുത്തായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എൻ്റെ അടുത്ത ഒരു ഉസ്താദും കൂടി ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും തെറ്റായ രീതിയിൽ ഖുതുബയൊക്കെ പാരായണം ചെയ്യുന്നതായ എത്രയോ കുറച്ച് ഉസ്താദന്മാരൊക്കെ തിരഞ്ഞെടുത്ത് നിർത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ. എനിക്കട്ടെ, ഏതായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഉസ്താദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഉസ്താദിൻ്റെ ശൈലിയും രാഗവും അതൊന്നും നോക്കിയിട്ട് ആയിരിക്കാൻ പാടില്ല. ആ ഉസ്താദ് ശരിക്കും മഹ്റജത്ത് ഓതിയിട്ടുണ്ടോ, എന്നാൽ ആ ഉസ്താദ് ശരിക്കും ഉള്ള ഒരു ഖത്തീബിന് യോജിച്ച ഒരു ഉസ്താദാണ്, സ്വഭാവം നല്ലതാണോ, നല്ല ഇഖ്ലാസോടു കൂടിയാണോ ഓതിയത്, അല്ലെങ്കിൽ ഇഖ്ലാസോടു കൂടിയാണോ നിസ്കരിക്കുന്നത്, അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി കഴിയണം.
ഈ അടുത്ത് നമ്മുടെ അൻസാർ സൂരി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ അടുത്തായിട്ടാണ് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്. റസൂൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ് ഇത് നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്. ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഉസ്താദന്മാരോട് ചോദിച്ചറിയാം, എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ പള്ളി ജോലി ഉണ്ടോ, ഒരു ജോലി കിട്ടാനുണ്ടോ? പള്ളിയിലെ മുക്രിമാര്, ഞാൻ മുഅദ്ദിനാണ്, ഒരു ജോലി കിട്ടാനുണ്ടോ? മുഅദ്ദിന്മാർ ഇങ്ങനെ തേരാപ്പാരെ അലയാണ് ഒരു ജോലിക്ക് വേണ്ടി. എന്തേ? യേശുദാസിന്റെ സൗണ്ട് ഇല്ല. യേശുദാസിന്റെ സൗണ്ട് 3000 ശമ്പളവും. യേശുദാസിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ, സുബ്ഹാനക ലാ ഇൽമ ലനാ. പാവപ്പെട്ടവൻ 10-60 വയസ്സുണ്ട്, സുബ്ഹാനക ലാ, അത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു അങ്ങനെ കൊടുത്തത്. അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച, നമ്മുടെ മുഅദ്ദിന് സൗണ്ട് ഇല്ല. ഞാൻ വളാഞ്ചേരി വെങ്ങാട് പഠിക്കുമ്പം ഉസ്താദേ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല, പെണ്ണുങ്ങൾ വല്ല പരാതി, 3000 രൂപ തരും, യേശുദാസിന്റെ ബാങ്കും കൊടുക്കണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ യഖ്ദിറുകൂനൽ അദാൻ. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്മാരായ ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഒഴിവാക്കും. എന്ത് കാരണം കൊണ്ട്? അലാ ദുഅഫാഇഹിം, അവർ ദുർബലരാണ്, അവര് സൗണ്ട് ഇല്ല, അവര് അഴകുള്ള ബാങ്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവരെ മൈക്കം കൂടെ തട്ടിയാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ പള്ളിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അത്രേ പറ്റുള്ളൂ. സാധുവാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു, യത്റുകൂനൽ അദാൻ, ബാങ്ക് വിളിക്കാലം. ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ, ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ ബാങ്ക. പക്ഷേ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അവരെ പറ്റൂല. എല്ലായിടത്തുള്ള പ്രത്യേകതയാണ്, പള്ളി വലുതാകുമ്പം ഉസ്താദ് ചെറുതാവും. ഇത് ശരിയാണ് കേട്ടോ. അതായത് ചിലയിടത്തൊക്കെ ഉസ്താദന്മാരെ നിയമിക്കും, ആ ഉസ്താദ് വന്ന് ആ പള്ളിയെ നല്ല അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സന്ദർഭത്തിലാണ്. അല്ലെങ്കിൽ ഒരു പള്ളി ഇല്ലാത്ത, വലിയ മിനാരമോ മറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു പള്ളിയാണ്, നിസ്കാര പള്ളിയായിട്ടുണ്ടായതാണ്. ആ ഉസ്താദ് വന്നതിന് ശേഷം അവിടെ നല്ലോണം അഭിവൃദ്ധിയായി, ആൾക്കാരൊക്കെ കൂടി, അതേപോലെ പള്ളിയൊക്കെ പുതുതായിട്ട് നിർമ്മിച്ചു. അതിനുശേഷം ഈ ഉസ്താദിനെ വിടുകയാണ്. അതായത് മുമ്പ് അത്രയും അവിടെ ഹാർഡ് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ അവിടെ ആ പള്ളി അത്രയും പുതുക്കാനുള്ള കാരണക്കാരനായ ആ ഉസ്താദിനെ ആ പള്ളി കമ്മിറ്റി അങ്ങ് വിട്ടുവിടുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അവിടെ അവരതൊന്നും നോക്കില്ല, ഉസ്താദിന് എന്താണ് തെറ്റ് കിട്ടുക ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെ ഒരിക്കലും നിങ്ങൾ പറയുന്നില്ല. ഓക്കെ, കേട്ടോ. നിങ്ങളുടെ പള്ളി ശോചനീയാവസ്ഥ, മൂത്രപ്പരയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു. ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്. എല്ലാവരും കൂടി സംഗമിച്ച് ഒരു പള്ളി ഉണ്ടാക്കി നോക്കുമ്പോൾ കുബ്ബയൊക്കെ റൗളയുടെ രൂപത്തിൽ റാഹത്ത്. ഒന്നാമത്തെ ജുമാ കഴിയുമ്പോൾ ഉസ്താദൊക്കെ പറയും, ഉസ്താദേ വേറെ എവിടെങ്കിലും ജോലി നോക്കണം, കാരണം ഇവിടെ ഇപ്പം ഗൾഫ് മോഡൽ പള്ളിയായി. ഇപ്പൊ ഇവിടുത്തെ ഖിറാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം യോത്ത് വേണം. ഉസ്താദിന് പഴയ വല്ലുഹ വല്ലൈലി ഇദാ സജ പറ്റൂല. പറ്റും. യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചോണ്ട് തൊണ്ടക്ക് വെച്ചു കൊടുത്താൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഫളിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടുക്കും. നമ്മുടെ പള്ളിയിലൊക്കെ ഇവിടെ സദസ്യരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം ഏതാണ്? നിങ്ങളെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാരം. ഓക്കെ, ഇത് മുഴുവനായിട്ട് നിങ്ങൾ തന്നെ കണ്ടോ? ഓക്കെ, അത് സൂരി ഉസ്താദിൻ്റെ പേരടിച്ചാൽ കിട്ടാവുന്ന സ്പീച്ച് തന്നെയാണ്. ഏതേറ്റവും ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഒരു ഉസ്താദിനെ പള്ളിയിലേക്ക് നിയമിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പള്ളിയിലേക്ക് നിയമിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും
ഇതാക്കാതെ നല്ല രീതിയിൽ ഉസ്താദ് നല്ല മാന്യമായ ഒരു ഉസ്താദാണോ അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉസ്താദാണോ, അത് ഈ പള്ളിയിലേക്ക് വന്നതിന് ശേഷം അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ അത് നോക്കി ആ ഉസ്താദിനെ അവിടെ തന്നെ നിർത്തിവെക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു കാര്യം കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങളിൽ കഴിയുന്ന പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നമ്മുടെ പാവപ്പെട്ട ഉസ്താദന്മാർ വാങ്ങുന്നത് 30,000, 40,000, 1,00,000 സാലറി ഒന്നും വാങ്ങുന്നില്ല. കൂടിയാൽ 15 20 ഇടയ്ക്കാണ് അവർ സാലറി വാങ്ങാറുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായിട്ടും അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഞാനിവർ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.